ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ ചോറ് കൂട്ടാൻ ചേനക്കറി കേട്ടോ. എൻ്റെ വല്യമ്മച്ചി വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഉണ്ടാക്കി കാണിച്ചു തന്നാണിത്. ഞാനൊരു ചെറിയൊരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട്, നന്നായി കഴുകി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനരയ്ക്കാൻ വേണ്ട അരപ്പിന് വേണ്ട സാധനങ്ങളിത്: തേങ്ങയും ചെറിയ ജീരകവും ഒരു 12ഓളം ചെറിയ കാന്താരിമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേന അടുപ്പത്തേക്ക് വേകാൻ വയ്ക്കുകയാണ്. അതിനുവേണ്ട അരപ്പ് റെഡി ആയിട്ടുണ്ട്. ചേന വേകുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല വേവുള്ള ചേനയുണ്ട്, ഒരു 5ഓളം വിസിൽ വരണം, വേകുന്നതേ ഉള്ളൂ. ആ സമയത്തേക്ക് ഞാൻ ഒരു വെസലിലേക്ക് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കുറച്ച് ഒരു പിടി അരിയും കൂടെ ചേർക്കുവാണ് എണ്ണ വറുത്തെടുക്കാനായിട്ട്. അരി വളരെ ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ. ആ കൂട്ടത്തിൽ നല്ല ചുമന്ന വറ്റൽമുളകില്ലേ, അത് 2-3 മുറിച്ചിടുക കേട്ടോ. ഇനി അതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴേക്കും കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇതിനകത്ത് ചേർത്തിട്ട് ഞാൻ നന്നായി ഇളക്കിയെടുക്കും. പിന്നെ ഒരു 2-3 ഇതൾ കറിവേപ്പില റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നന്നായി എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കണം നമ്മൾ. നല്ല കളറ് മാറുന്ന വരെ ഇളക്കണം, എങ്കിലും നല്ല ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. ഇപ്പം തന്നെ നല്ല മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. തേങ്ങയുടെയും അരിയുടെയും കറിവേപ്പിലയുടെയൊക്കെ ഒരു മണം. നന്നായിട്ടിത് കളർ ചേഞ്ച് ആകണം. അപ്പോൾ അത് അടുപ്പത്തിരുന്ന് ആകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചേന വെന്ത് കഴിഞ്ഞു, ചേന ഇവിടെ റെഡിയായി. കുറച്ച് ചേന ഉടച്ചെടുക്കും കേട്ടോ, എന്താണെന്ന് വെച്ചാൽ ചാറിന് ടേസ്റ്റ് വരാൻ വേണ്ടി. ഫുള്ളായിട്ടില്ല, കുറച്ച് ചേന ഉടച്ചെടുക്കുവാണ്. നന്നായി വെന്തിട്ട് 5 വിസിൽ വന്നു കേട്ടോ. കുറച്ച് വേവുള്ള ചേന ആയതുകൊണ്ട് 5 വിസിലോളം വേണ്ടി വന്നു. എന്നാലും ഇപ്പം നന്നായി വെന്തു. ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ച് അരപ്പില്ലേ, അത് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. അധികം സാധനമൊന്നുമില്ല ഇതിനകത്ത്. തേങ്ങയും ചെറിയ ജീരകവും 12ഓളം കാന്താരിമുളക്, നല്ല എരിവുള്ള കാന്താരിമുളക് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ അടുപ്പയിലോട്ട് വെക്കാൻ പോകുന്നു, ചൂട് കയറാൻ വേണ്ടി. ഒരുപാട് തിളച്ച് പോകാൻ പാടില്ല, ഒന്ന് ചൂട് കയറാൻ വേണ്ടി അടുപ്പത്തേക്ക് വെക്കാൻ പോകും കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഇച്ചിരി ഉപ്പ് കൂടെ ചേർക്കാൻ പോവുകയാണ്. ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് കൂടെ ചേർക്കുകയാണ്. ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ അവിടെ മൂപ്പിക്കാൻ വേറെ വേണ്ടോ, തേങ്ങയൊക്കെ മൂപ്പിക്കാൻ വെച്ചാൽ അതെല്ലാം കൂടെ ഇതിലേക്ക് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നന്നായിട്ടൊന്നാകുമ്പോഴേക്കും മൂത്ത് വരുന്ന തേങ്ങയും അരിയും എല്ലാം കൂടെ വറുത്ത് അത് ഇതിലേക്ക് ചേർക്കുവാണ്. ഈ കറിക്ക് എന്തൊരു ടേസ്റ്റാണെന്ന്, നല്ല മണമുണ്ട്, അതുപോലെ നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ വല്യമ്മച്ചി എന്നെ പഠിപ്പിച്ചു തന്ന ഇത്. വല്യമ്മച്ചി വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പഠിപ്പിച്ചു തന്ന ഒരു കറിയാണ് ചേന കൂട്ടാൻ കറി. വളരെ മണവും ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.